എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചോറിനകത്ത് കൂട്ടാനായിട്ടൊരു വറുത്തരച്ച പുളിങ്കറി ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഞാൻ മുരിങ്ങയ്ക്ക 5-6 എടുത്തിട്ടുണ്ടായിരുന്നു. അത് മുറിച്ച് അതിനുള്ളിലുള്ള സോഫ്റ്റ് ഭാഗം നമുക്ക് എടുക്കണം. അതും ചെറിയ ഉള്ളിയും കൂടെയാണ് ഞാനിന്ന് വറുത്തരച്ച പുളിങ്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്പൂണെടുത്ത് അതിനുള്ളിലുള്ള ആ സോഫ്റ്റ് ഭാഗം എടുക്കുകയാണ്. ഇത് കുറച്ച് വിഷമമുള്ളൊരു പണിയാണ്. ഇത് മുരിങ്ങയ്ക്ക വേവിച്ചിട്ട് എടുക്കാനും പറ്റും, പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിരിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിൽ കൂടെ ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് തോരനും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മൺപാത്രം ഗ്യാസിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി നടുക്കൂടെ കീറിയെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളിയിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇടുകയാണ്. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ മുരിങ്ങയ്ക്കയുടെ ആ സോഫ്റ്റ് ഭാഗം കൂടെ ഇടുകയാണ്. എന്നിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. ഞാനിവിടെ അതൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുകയാണ്. ഇതേ സമയം നമുക്ക് വറുത്തരയ്ക്കണം. അതിനുവേണ്ടി തേങ്ങയും മല്ലിയും ആവശ്യത്തിന് മുളകും, ഇവിടെ മുളക് കൂടുതൽ വേണ്ടതുകൊണ്ടാണ് ഇത്ര ഇട്ടിരിക്കുന്നത്. പിന്നെ കറിവേപ്പില ഇടുക. തേങ്ങ നല്ല ചുമന്ന കളറാവുന്ന വരെ വറുക്കണം. കുറച്ച് ഉഴുന്ന് പരിപ്പ് ഞാൻ ഇടുകയാണ്, കാരണം ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ ഉഴുന്ന് പരിപ്പ് ഇട്ടാൽ നല്ലതാണ്. ഇവിടെ തേങ്ങയൊക്കെ നല്ല ചുമന്ന കളറിൽ വന്നിട്ടുണ്ട്. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. പുളി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കുകയാണ്. ജാറ് കഴുകിയ കുറച്ച് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എത്രയും നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ അത്രയും ഒഴിക്കാം. തീയലിനാണെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് ഞാൻ തിളപ്പിച്ചു. ഇപ്പോൾ പുളിയെല്ലാം ഇവിടെ വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണ്. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. പുളിയുള്ള കൂട്ടാനൊക്കെ ഉലുവ ഇടുന്നത് നല്ലതാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുകയാണ്. എന്നിട്ട് ഈ വറുത്തത് കൂട്ടാനകത്തേക്ക് ഞാൻ ഇടുന്നു. ഇനി ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.